സുപ്രഭാതം. അബ്രഹാം ഇസ്ഹാക്കിനെ യാഗം കഴിക്കുവാനായിട്ട് പോകുമ്പോൾ ബാല്യക്കാരെയും കൂടി കൂട്ടിയാ പോകുന്നത്. കഴുതയുടെ പുറത്ത് ആവശ്യത്തിനുള്ള സാധനങ്ങളും ഒക്കെയായി ആ യാത്ര മുൻപോട്ട് പോവുകയാണ്. 3 ദിവസം വഴിദൂരം ചെന്ന് കഴിഞ്ഞപ്പോൾ ബാല്യക്കാരോട് പറയുന്ന ഒരു വാക്കുണ്ട്: നിങ്ങൾ കഴുതയുമായി ഇവിടെ ഇരിപ്പിൻ, ഞാനും ബാലനും അവിടുത്തോളം പോയി ആരാധന കഴിച്ച് മടങ്ങി വരാം. ഇതെന്തൊരു വിരോധാഭാസമാണ്! അബ്രഹാം തന്റെ മകൻ ഇസ്ഹാക്കിനെ ഹോമയാഗം കഴിക്കുവാനായിട്ട് പോവുകയാണ്. പക്ഷേ അബ്രഹാം പറയുന്ന വാക്ക് ശ്രദ്ധിച്ച്, ഞാനും ബാലനും അവിടുത്തോളം പോയി ആരാധന കഴിച്ച് മടങ്ങി വരാം എന്ന് പറഞ്ഞാൽ അബ്രഹാമിന് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ മകൻ ഇസ്ഹാക്കിനെ അവിടെ കൊണ്ട് അടുക്കി ഞാൻ ഒരുക്കുന്ന യാഗവേദിയിൽ യാഗം കഴിച്ചാൽ, ഞാൻ ഇസ്ഹാക്കിനെ കത്തിച്ച് ചാമ്പലാക്കിയാലും ആ ചാരത്തിൽ നിന്ന് എനിക്കൊരു മകനെ തരുവാൻ എൻ്റെ ദൈവം ശക്തനാണ്. ഞാൻ യാഗം കഴിച്ച് മടങ്ങി വരുമ്പോൾ എനിക്ക് മറ്റൊരു ഇസ്ഹാക്കിനെ തരുവാൻ എൻ്റെ ദൈവം ശക്തനാണെന്ന ഉറച്ച തീരുമാനത്താൽ പ്രത്യാശയിലുള്ള ഒരു യാഗമായിരുന്നു അബ്രഹാം കഴിക്കുവാനായിട്ട് പോയത്. ഈ വിശ്വാസം നമ്മുടെ ഉള്ളിലും ഉണ്ടാകട്ടെ. എൻ്റെ ദൈവത്താൽ അസാധ്യമായിട്ടൊന്നുമില്ല. ഇത് നമുക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം എത്ര ധന്യമാണ്. ഇന്ന് പകലിൽ അങ്ങനെ ഒരു ജീവിതത്തെ കാഴ്ചവെക്കുവാൻ നമുക്കെല്ലാവർക്കും സർവ്വകൃപാലുവായ ദൈവം കൃപ നൽകി സഹായിക്കുമാറാകട്ടെ.